കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എംബ്രോയ്ഡറി മെഷീനിൽ ചെയ്തൊരു വർക്കാണ്. അത് പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ലേന്ന് ആ ഡ്രസ്സ്. അപ്പോൾ ഇന്ന് അതിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെയാണ് കാണിക്കുന്നത്. എംബ്രോയ്ഡിങ് ഞാൻ എവിടെയും പോയി പഠിച്ചിട്ടൊന്നുമില്ല. നമ്മൾ സ്വയം മെഷീൻ വാങ്ങിയിട്ട് സ്വയം പഠിച്ചു നോക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള വർക്കുകളൊക്കെ നമുക്ക് സ്വയം ചെയ്തു നോക്കാൻ കൂടെ കൂടിക്കോള്, നമുക്ക് ഒന്നിച്ച് പഠിക്കാം. ഈ മെറ്റീരിയൽ ചുരിദാർ ബിറ്റ് വാങ്ങിയിരുന്നു. അതിൻ്റെ പാൻറ് തുണിയാണ്. പാൻറ് ഞാൻ ഒന്നിലും കൂടുതൽ ബിറ്റിന്ന് തയ്ക്കാൻ എടുക്കലില്ല. ഒന്നെങ്കിൽ അത് ലൈനിങ് ആക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ടോപ്പിന് വേറെ ലൈനിങ് വെച്ചിട്ട് ഒരു ടോപ്പ് ആക്കും. ടോപ്പിന് കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് ഇത്ര ഒരു പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ലൈനിങ് ആക്കി കൊടുത്ത് മുകൾ ഭാഗത്തേക്ക് ലൈനിങ് തന്നില്ല. അതിൻ്റെ ഒരു ബ്ലാക്ക് പീസും കയ്യിലുണ്ടായിരുന്നു. 2 പീസും ജോയിൻ ചെയ്തെടുത്തിട്ടാണ് ലൈനിങ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അത് താഴ്ഭാഗത്ത് ബ്ലൂ തന്നെ ആയതുകൊണ്ട് പുറത്തേക്കൊന്നും കാണുന്നില്ല. അതുപോലെ ഞാൻ സ്ലീവിന് ലൈനിങ് കൊടുത്തിട്ടില്ല. അത്യാവശ്യം കട്ടിയുള്ള ഒരു ക്ലോത്താണിത്. പാൻറ്റിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് അത്യാവശ്യം കട്ടിയുണ്ട്. അതുകൊണ്ട് ഞാൻ ലൈനിങ് എടുക്കാതിരുന്നത്. ഈ ക്ലോത്തിൻ്റെ കളറും ഈ വർക്കിൻ്റെ കളറും യഥാർത്ഥത്തിൽ ഈ വീഡിയോയിലുള്ളതല്ല. ഈ ബ്ലാക്കും ബ്ലൂവും ചേരുമ്പം ബ്ലൂവിൻ്റെ കുറച്ച് തിരിയുന്നുണ്ട്. വർക്ക് ഇതിൽ വൈറ്റ് കളറായിട്ടാണ് കാണിക്കുന്നത്. എന്തായാലും നമുക്ക് ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടു നോക്കാം. ഇഷ്ടമായാലും ഇല്ലെങ്കിലും അഭിപ്രായം പറയാം. അതുപോലെ ഞാൻ സ്ലീവിൽ കൊടുത്തിട്ടുള്ള ഈ വർക്കിൻ്റെ ഇതേ കളറ് ഒരു ത്രെഡ് വെച്ചിട്ട് ഞാൻ ഈ ടോപ്പിൻ്റെ താഴ്ഭാഗം ഒരു ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ആ വർക്ക് ഞാൻ എംബ്രോയ്ഡറി മെഷീനിലല്ല ചെയ്തിട്ടുള്ളത്. ഉഷ ജനോമിൻ്റെ തയ്യൽ മെഷീനിൽ ഇതുപോലെ ചെറിയൊരു 3 ലെയറായിട്ട് ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. അതേ ഒരു ഇപ്പം ഞാൻ ഇട്ട ഷോളില്ലേ, ആ ഷോളും ഈ വർക്കൊക്കെ ഏകദേശം ഒരേ കളറിലാണ്. ഈ ഷോൾ ഇതിന് നല്ല മാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇട്ടതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ടോപ്പിൻ്റെ എൻഡിൽ കൊടുത്തിട്ടുള്ള വർക്ക്. അതിൻ്റെ ബാക്ക് ഭാഗം ഇങ്ങനെയാണ്. ബ്ലാക്കും മേലെ ഈ കളറുമാണ് കൊടുത്തിട്ടുള്ളത്. ഇത് സ്ലീവിൽ കൊടുത്ത വർക്ക്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.